ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന കലാപങ്ങൾ അതിൻ്റെ അതേ പാറ്റേണിൽ അതേ പ്ലേ ബുക്ക് അനുസരിച്ചാണ്. അപ്പോൾ അതിൽ പറഞ്ഞൊരു അവിടുത്തെ മാധ്യമങ്ങളിൽ എല്ലാറ്റിലും വന്ന ഒരു പേര് HSSൻ്റെയാണ്. HSS ഹിന്ദു സ്വയം സേവക് സംഘ്, RSSൻ്റെ നേപ്പാളി എഡിഷനാണ്. പിന്നെ ബജ്രംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത്, ഈ പേരുകളൊക്കെ നേപ്പാളി പത്രങ്ങൾ തന്നെയാണ് കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ കാഠ്മണ്ഡു കേന്ദ്രീകരിച്ചൊരു തിങ്ക് ടാങ്ക് ഉണ്ട് നേപ്പാളിൽ, നേപ്പാൾ സെൻറ്റർ ഫോർ സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പഠനത്തിൽ പറയുന്ന കാര്യം 2022 മൊത്തം നേപ്പാളിൽ എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുന്നത് നേപ്പാളിൻ്റെ പാരമ്പര്യത്തിലില്ലാത്തതാണ്. അവർ പല ഈ എന്താണ് കമ്മ്യൂണിസ്റ്റ് ഈ മാവോയിസ്റ്റ് ഇൻസർജൻസിയും സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുന്ന സംഭവം നേപ്പാളിൽ ഉണ്ടാകാറുണ്ടായിരുന്നില്ല. അതിൻ്റെ അവർ 2022 ഒരു റെക്കോർഡഡ് ഇൻസിഡൻ്റാണ് ഉണ്ടായത് മൊത്തം നേപ്പാളിൽ കമ്മ്യൂണൽ വയലൻസിൻ്റെ. 2024 8 റെക്കോർഡഡ് ഇൻസിഡൻ്റാണ് ഉണ്ടായത്. പക്ഷേ 2025 3 റെക്കോർഡഡ് ഇൻസിഡൻറ്റ്. പക്ഷേ ഫസ്റ്റ് 5 months ഓഫ് 2026 2026 ആദ്യത്തെ 5 മാസമാകുമ്പോഴേക്ക് 13 റെക്കോർഡഡ് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായെന്നാണ് ഈ സെൻറ്റർ ഫോർ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു NGO, ഒരു തിങ്ക് ടാങ്ക് അവരുടെ പഠനത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവത്തിൽ വളരണമെങ്കിൽ ഏതോ നിലക്കുള്ളൊരു പിന്നണിപ്പണി അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന HSSൻ്റെ പേര് വ്യാപകമായിട്ട് വരുന്നത്, ഹിന്ദു സ്വയം സേവക് സംഘ്. അതേപോലെ ഇത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന അതേ പാറ്റേൺ ആണ്. പ്രൊസഷൻ നടക്കുക, പിന്നെ DJ വെക്കുക, ബഹളം ഉണ്ടാക്കുക, ഇങ്ങനെ അതങ്ങ് സ്പൈറൽ ചെയ്ത് പോകുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഇന്ത്യൻ പ്ലേ ബുക്കിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം നേപ്പാളിൽ കണ്ടെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനം, അതേപോലെ മൊത്തം ഈ സോഷ്യൽ മീഡിയ എടുക്കുന്ന സമീപനം, ഈ ഇവിടെ നിന്നുള്ള കാഠ്മണ്ഡുവിൽ നിന്നുള്ള അല്ലെങ്കിൽ നേപ്പാളിലുള്ള ഇൻസ്റ്റാഗ്രാം പേജുകൾ ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായി ശ്രദ്ധിക്കുന്നുണ്ട്. എത്ര കണ്ടൻറ്റുകളാണ് ഈ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ചേർന്നിട്ട്, നമ്മൾ ജൻസി എന്ന് പറയുന്ന ആ പ്രായത്തിൽപ്പെട്ട ആളുകൾ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് പലയിടങ്ങളിലും. സമാധാനത്തെക്കുറിച്ച്, കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പ്രകടനം നടത്തും. അത്തരം പോസ്റ്ററുകൾ, പ്ലക്കാർഡുകൾ, അത്തരം പോസ്റ്റുകൾ ധാരാളമായിട്ടിടുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റി എന്നുള്ള നിലക്ക് അവരിത് ആഘോഷിക്കുകയല്ല ചെയ്യുന്നത്, അവർ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി നമ്മുടെ ഈ പറയുന്ന ചാനലുകളുണ്ടല്ലോ, ദേശീയ ചാനലുകൾ, അവരെങ്ങനെയാണ് പെരുമാറുക, നേപ്പാളി മീഡിയ എങ്ങനെയാണ് പെരുമാറുന്നത്, ശരിക്കും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാമെന്നാണ്. ഇത് നമ്മുടെ നേപ്പാളി പാരമ്പര്യത്തിന് ചേർന്നതല്ല, ഇതൊരു അബറേഷനാണ്, ഇതിങ്ങനെ പോയാൽ പറ്റില്ല എന്ന മറ്റുള്ള ശക്തമായ വളരെ സെക്യുലറായുള്ള പൊസിഷൻ എടുക്കുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ പോലെ റാബിൾ റൗസേഴ്സ് ആയിട്ടുള്ള ആങ്കർമാർ അവിടെ ഒന്നും ബഹളം ഉണ്ടാക്കുന്നില്ല, അവനെ പിടി ഇവിടെ പിടി, അങ്ങനെയൊന്നുമില്ല. ഒരു സംഭവം നടന്നു നോക്കി അത് ഒരു ഘട്ടത്തിൽ കൈവിട്ട് പോയി. എന്ന് പറഞ്ഞാൽ ഈ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ ദേവഗഞ്ചിൽ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം അവരെല്ലാവരും കൊല്ലപ്പെട്ടത് പോലീസ് ഫയറിങ്ങിലാണ് കേട്ടോ, അല്ലാതെ ഈ പരസ്പരം ഇതല്ല. അതിന് വിമർശനം വരുന്നുണ്ട്. ഈ വെടിയേറ്റവർക്കെല്ലാം അരക്ക് മേലെയാണ് വെടിയേറ്റിരിക്കുന്നത്. അതൊരു പോലീസിൻ്റെ ഒരു എക്സസ് എന്ന് വെച്ചാൽ ഒരു പോലീസ് പ്രോട്ടോക്കോൾ അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ, നേരത്തെ അദ്ദേഹം ഒരു ടെലിവിഷൻ കൊമേഡിയനൊക്കെ ആയിരുന്നെങ്കിലും പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം റാപ്പറായിരുന്നു. ഈ എന്നുവെച്ചാൽ ഒരു വിഷ്വൽ പ്രോഡക്റ്റ് ആയിരുന്നു അദ്ദേഹം. പക്ഷേ പ്രധാനമന്ത്രിയായതിനു ശേഷം വളരെ അപൂർവമായിട്ടേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ, പബ്ലിക്കിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ, ടെലിവിഷൻ പ്രത്യക്ഷപ്പെടുന്നു. ഇതിൽ 5-ാമത്തെ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. അതൊക്കെ വിമർശന വിധേയമായിട്ടുണ്ട്. പക്ഷേ ആ പ്രതികരണം വളരെ സെൻസിബിളായിരുന്നു കേട്ടോ. അല്ലാതെ ഇഫ് ദർ ഇസ് എൻ ആക്ഷൻ ദർ വിൽ ബി എ റിയാക്ഷൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം സാമുദായിക സൗഹാർദ്ദത്തെക്കുറിച്ചും നേപ്പാളിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിലേക്ക് വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് ഒരു സൊസൈറ്റി ആണെങ്കിലും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും സമൂഹമാണെങ്കിലും മാധ്യമങ്ങളാണ് പെരുമാറിയിട്ടുള്ളത്. ഇത് നമ്മുടെ പാരമ്പര്യത്തിന് ചേരാത്തൊരു സംഭവം സംഭവിച്ചു പോയി എന്നുള്ളതൊക്കെ തന്നെയാണ് അവർ കാണുന്നത്. അവരത് ഏതാണ്ട് ഇപ്പോൾ കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞു. ഈ പറഞ്ഞ പല സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ട്. ഇത് റിമോട്ടാണ്, കാഠ്മണ്ഡുവിൽ നിന്ന് വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയാണ്. ഈ ഫെഡറലിസം, അവരുടെ പുതിയ ഭരണഘടനയിൽ ഫെഡറലിസം ഉണ്ടെങ്കിലും പോലീസിങ് സ്റ്റേറ്റിന് അതോറിറ്റി ഉണ്ടെങ്കിലും അതൊന്നും പ്രാക്ടിക്കലായിട്ടില്ല. പിന്നെ പല സ്വഭാവത്തിലുള്ള ഒരു ഘടന. നേപ്പാൾ എന്ന് പറയുമ്പോൾ പഴയ രാജ്യങ്ങളും പുതിയ നേപ്പാൾ അതിൻ്റെ ഒരു ഇൻഫൻറ്റൈൽ സ്റ്റേജിലാണ്. പഴയ മൊണാർക്കി പോയി, പുതിയ ഭരണകൂടം, ജനാധിപത്യ ഭരണകൂടം വന്നു. ആ രാജ്യം ആർത്തത്തിൽ നോക്കുകയാണെങ്കിൽ ശൈശവഘട്ടത്തിലുള്ള രാജ്യമാണ്, സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. പുതിയ നേപ്പാൾ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടില്ല. പഴയ നേപ്പാളിലേക്ക് തിരിച്ചു പോകണം എന്ന ആവശ്യം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ഈ നേപ്പാളി ജനതാ പാർട്ടിയൊക്കെ. നമ്മൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആവശ്യം ഉന്നയിച്ച ആളാണ് കേട്ടോ.
മറ്റൊരു രാജ്യത്തെ സിസ്റ്റം എന്താകണം എന്നുള്ളതിനെക്കുറിച്ച് വേറെ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് ഒരു ഇൻഫൻറ്റൈൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലൈസേഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ്. അവർക്ക് ഒന്നാമത് ഇത്തരം കമ്മ്യൂണൽ വയലൻസ് അവരുടെ പരിചയത്തിലില്ലാത്തത് കൊണ്ട് എങ്ങനെ അത് കൺട്രോൾ ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ടുള്ള ധാരണക്കുറവുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത് കുറച്ചങ്ങ് കടന്നു പോയത്. വലിയ തോതിലുള്ള തീവെപ്പും ഈ വസ്തുനഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നേപ്പാൾ ജനത അതിനെ മറികടക്കും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്.